വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടും രണ്ടായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഈശ്വര വിശ്വാസമായാലും മതവിശ്വാസമായാലും രാഷ്ട്രീയ വിശ്വാസമായാലും അതൊരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ധാർമ്മികതയുടെ ഭാഗമായിട്ട് അതിൻ്റെ വിശ്വാസമായി കണക്കാക്കാം. ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിശ്വാസികളാണ്. ദൈവവിശ്വാസികൾ, മതവിശ്വാസികൾ, അതുപോലുള്ള മറ്റ് പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ അന്ധമായി തീവ്രമായി മറ്റെല്ലാ ധാർമ്മിക മൂല്യങ്ങളെയുമെല്ലാം മറ്റെല്ലാ നിയമ സംഹിതകളെയെല്ലാം അശാസ്ത്രീയമായ രീതിയിൽ വിശ്വസിക്കുകയും അതിനനുസൃതമായി പ്രചരണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് മാറുന്നത്. ഇപ്പോഴിത് പറയാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയം. ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത് പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ആ പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് വായ നിരീക്ഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും മാത്രമേ അതിന് വ്യക്തമായി ഉത്തരം നൽകാൻ കഴിയും. അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ ഉത്തരാഖണ്ഡിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞത്, ആ സ്ഥലം സന്ദർശിച്ചിട്ട് പറഞ്ഞത്, ഗംഗയുടെയും യമുനയുടെയും നദീതീരത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ഗംഗാ നദി ഭക്തരായ മക്കളുടെ കാലിൽ കഴുകുന്നതിന് വേണ്ടിയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ്. പക്ഷെ ഒരു മന്ത്രി എന്ന് പറയുന്നത് ഏത് വിശ്വാസി ആയിക്കൊള്ളട്ടെ, എല്ലാവരുടെയും മന്ത്രിയാണ്. ഒരു മന്ത്രി അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇതിനെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മുമ്പൊരിക്കൽ ഗുജറാത്തിൽ മഹാപ്രളയം ഉണ്ടായപ്പോഴത്തേന് ഗാന്ധിജി പറഞ്ഞു, സവർണ ഹരിജനങ്ങൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾ, അവഹേളനങ്ങൾ, അതിലെല്ലാം ദൈവം കോപിച്ചത് കൊണ്ടാണ് ഇവിടെ മഹാമാരി പ്രളയം ഉണ്ടായതെന്നാണ്. ഉടനെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ചും മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ഉരസലുകൾ, ആ ഉരസലിന്റെ ഭാഗമായി അന്തരീക്ഷ ഊഷ്മ തണുക്കുകയും അങ്ങനെയൊക്കെയാണ് അത് മഴയും പ്രളയവുമായിട്ടൊക്കെ മാറുന്നത് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വ്യാപകമായി മസൂരി രോഗം വന്നു. അന്ന് ഒരു വിഭാഗം ആൾക്കാർ ആ മസൂരിക്കെതിരെ കുത്തിവയ്പ്പ് നടത്താൻ സർക്കാർ തുനിഞ്ഞപ്പോൾ ആ കുത്തിവയ്പ്പ് എടുത്തില്ല എന്ന് മാത്രമല്ല, ഇത് കൊടുങ്ങല്ലൂർ അമ്മ ഇതുവഴി പോയപ്പോഴത്തേനെ വാരി വിതറിയിട്ട് പോയതാണ്, അത് ചികിത്സിക്കാൻ പാടില്ല എന്ന നിലപാടെടുത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വളരെ നിർബന്ധിച്ചാണ് പലരെയും മസൂരിക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി. സ്കൂളുകളിലായാലും കൊച്ചുകുട്ടികൾക്കായാലും കയ്യിൽ പ്രതിരോധ കുത്തിവയ്പ്പ് വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇന്നും വയനാട് പോലുള്ള ചില പിന്നോക്ക ജില്ലയിൽ അസുഖം വന്നാൽ ചികിത്സിക്കാതെ രോഗിക്ക് ചുറ്റും വരുന്ന മന്ത്രവാദം ചൊല്ലുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളമുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗക്കാർ ഇന്നും രോഗം വന്നാൽ ചികിത്സിക്കാതെ പ്രാർത്ഥിക്കുന്ന, രോഗിക്ക് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു. പലപ്പോഴും അത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ബലാത്കാരമായി ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അടുത്ത ഒരു 10-50 വർഷം വരെ വയനാട്ടിലുള്ള സിക്കിൾ സെൽ അനീമിയ, അരിവായ് രോഗം എന്ന രോഗത്തെ
അന്ന് അവിടെ രോഗം മൂർച്ഛിക്കുമ്പോൾ ആ രോഗിയെ ഒരു പ്രത്യേക കുടിൽ, പുല്ലുകൊണ്ടുണ്ടാക്കിയ പന്നിക്കൂട് പോലുള്ള ഒരു കുടിൽ കൊണ്ട് അവിടെ കമ്പക്കൊടിയും വെച്ച് കെട്ടി കട്ടിലുണ്ടാക്കിയിട്ട് അതിൽ കൊണ്ട് കിടത്തിയിട്ട് ബന്ധുക്കൾ പോവുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം അവർ വേട്ടയാട്ടി ആടിയിട്ട് വരുമ്പോൾ കിട്ടുന്ന മൃഗത്തിന്റെ ഭാഗങ്ങൾ, പക്ഷിയുടെ ഭാഗങ്ങൾ അതെല്ലാം ചുട്ടിട്ട് ആ കുടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അവരെ ആ കുറ്റപ്പെടുത്തുന്നു ആ രോഗിയെ. അവസാനം രോഗി മരിച്ചു എന്നറിയുന്നത് അവിടെ നിന്ന് രൂക്ഷമായ ഗന്ധം, നാറ്റം പുറത്തു വരുമ്പോഴാണ്. അങ്ങനെ ഈ ആദിവാസികള് പന്തം കൊളുത്തി ആ കുടിലേക്ക് എറിയുന്നു. ആ കുടിലിനോടൊപ്പം ആ കുടിൽ കഴിഞ്ഞ മരിച്ചുപോയ രോഗി സഹിതം ബന്ധുചാമ്പലാകുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ വയനാട് ജില്ലയിലുണ്ടായിരുന്നു. ഇന്നും ആദിവാസി മേഖലകളിൽ പല സ്ഥലങ്ങളിലും വട്ടപ്പാടിയിലായാലും അതുപോലുള്ള ചില മേഖലകളിലായാലും രോഗം വന്നാൽ ചികിത്സിക്കാതെ മന്ത്രവാദങ്ങളും അതുപോലുള്ള ചില കൈപ്പൊടി വിദ്യകളുമൊക്കെ നടത്തുന്ന ഏർപ്പാട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിലൊക്കെ എന്താണ് ഒരു മാറ്റം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. എന്നാൽ അതിന് ഇത് നേരത്തെ പറഞ്ഞൊരു ഉത്തരാഖണ്ഡിലെ സംഭവം ഒരു മന്ത്രി തന്നെ അത് പറയുമ്പോൾ അതിനൊരു ഒരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു. അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാവുമെന്നാണ് അറിയുന്നത്. അത് വളരെ വിവാദമായിട്ടുള്ളത്. ഇതുപോലുള്ള വിവാദമായ പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് നടത്തരുത് എന്നാണ് ഈ അവസരത്തിൽ കേരളത്തിന് പറയാനുള്ളത്. ഇതോടെ പ്രതികരണം അവസാനിപ്പിക്കുന്നു.